നമുക്കറിയാവുന്ന ചില ആൾക്കാരുണ്ട്. എന്നാ കഴിച്ചെന്ന് പറഞ്ഞാലും വണ്ണം വെക്കത്തില്ല. എന്നാൽ ചിലവരുണ്ട് ഫുഡെന്ന് കേട്ടാൽ മതി അപ്പം വണ്ണം വെക്കും. ഇതിന് കാരണം എന്നാണെന്നറിയോ? നമ്മുടെ ബോഡി ടൈപ്പ്. നമ്മുടെ ബോഡി ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ഏത് തരത്തിലുള്ള ഫുഡ് കഴിക്കണം, എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടും. നിങ്ങളുടെ ബോഡി ടൈപ്പ് അതെന്ന് നോക്കിയാലോ. മെയിനായിട്ട് 3 ബോഡി ടൈപ്പാണ് നമുക്കുള്ളത്. ഒന്ന് എക്ടോമോർഫ്, ഒന്ന് മീസോമോർഫ്, ഒന്ന് എൻഡോമോർഫ്. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്നാ നോക്കാം. എന്നിട്ട് നിങ്ങൾ പറയാം നിങ്ങൾ ഏത് ബോഡി ടൈപ്പാണ്. ആദ്യമേ നമുക്ക് എക്ടോമോർഫ് എന്നാ നോക്കാം. ഇവർ നാച്ചുറലി സ്ലിം ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരുടെ ബോഡി ഫ്രെയിം നോക്കുവാണെങ്കിൽ നാരോയാണ്. അത് മാത്രമല്ല ഇവരുടെ കൈക്കും കാലിലൊക്കെ നല്ല നീളമാണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത മെറ്റാബോളിസം ഭയങ്കര ഫാസ്റ്റാണ്. അതായത് എന്നാ കഴിച്ചാലും പെട്ടെന്ന് ബേണായി പോകും. കേൾക്കാൻ നല്ല സുഖമല്ലേ? അതായത് എന്ത് കഴിച്ചാലും ശരീരത്തിൽ പിടിക്കത്തില്ലെന്ന് പറയുന്നില്ലേ. പക്ഷേ ഇവർക്കൊരു കുഴപ്പമുണ്ട്. ഇവർക്ക് മസിൽ ഗെയിൻ ചെയ്യണേലും വെയിറ്റ് ഗെയിൻ ചെയ്യണേലും ഭയങ്കര പാടാണ്. അതായത് വണ്ണം വെക്കാൻ വേണ്ടി ഫുഡ് എന്തര കഴിച്ചിട്ടും വണ്ണം വെക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഏകദേശം ഈ ഒരു ബോഡി ടൈപ്പ് ആയിരിക്കും. അടുത്തത് മീസോമോർഫ് എന്നാ നോക്കാം. ഇവർ നാച്ചുറലി നല്ല അത്ലറ്റിക് ബിൽഡായിരിക്കും. അതായത് ഷോൾഡറൊക്കെ നല്ല ബ്രോഡും ചെറിയ വേസ്റ്റും ശരീരം കണ്ടാൽ തന്നെ നല്ല ആരോഗ്യമുള്ള ശരീരമായിട്ട് തോന്നും. അത് മാത്രമല്ല ഇവർ ജിമ്മിൽ പോയാൽ പെട്ടെന്ന് റിസൾട്ട് കാണും. മസിൽ വെക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അത് നിങ്ങൾ ജിമ്മിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബോഡി ടൈപ്പാണെന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ ഇവരുടെ ഒരു കുഴപ്പം, ഇവർ ജിമ്മിൽ പോകുന്ന നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഫാറ്റ് കൂടാനും സാധ്യതയുണ്ട്. ഇനി എൻഡോമോർഫ് എന്നാ നോക്കാം. എൻഡോമോർഫാരുടെ ബോഡി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ്ഡാണ്. അതായത് നല്ല സോഫ്റ്റ് ബോഡിയാണ്, പക്ഷെ നല്ല വൈഡ് ഫ്രെയിമും. അതുമാത്രമല്ല ഇവർ പെട്ടെന്ന് വണ്ണം വെക്കും. കാരണം ഇവരുടെ മെറ്റാബോളിസം ഭയങ്കര സ്ലോ ആണ്. അതായത് ഇവർ ഫുഡ് കഴിക്കുമ്പം അത് ബേൺ ചെയ്യുന്നത് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും. പക്ഷേ ഇവർക്കുള്ളൊരു നല്ല ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം, അതായത് സ്ട്രെങ്ത് ഉണ്ടല്ലോ, അത് ഇവർക്ക് പെട്ടെന്ന് വെക്കും. ഇവർക്കെല്ലാം ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വെയിറ്റ് ലോസ് ഭയങ്കര പാടായിരിക്കും. അത് നല്ല കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഇവർക്ക് ഫാറ്റ് ലോസ് ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞ 3 ബോഡി ടൈപ്പിൽ ഒരെണ്ണം പ്യുവറായിട്ട് വരണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഇതിൻ്റെ ഒരു മിക്സും ആകാം. അതായത് എക്ടോ മീസോമോർഫ് ആകാം, അല്ലെങ്കിൽ മീസോ എൻഡോമോർഫ് ആകാം. അതുകൊണ്ട് ഏത് ലേബൽ എന്നുള്ളതല്ല, നമ്മൾ ഏത് ബോഡി ടൈപ്പാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ഫുഡിനും നമ്മുടെ എക്സസൈസിനും ചേഞ്ച് വരുത്തിയ റിസൾട്ട് കാണാൻ പറ്റും. ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾ ഏത് ബോഡി ടൈപ്പാണ്?